ഹായ്. ഈ പാടാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ചെയ്യുന്നത് അനുയോജ്യമാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ദുരന്തത്തിൽപ്പെട്ട ഒരു മനുഷ്യരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് അവരുടെ ചിതറിപ്പോയ ജീവിതങ്ങൾക്ക് പുറത്തു നിന്ന് ഫണ്ട് പിരിച്ചെടുത്ത് പുട്ടടിച്ച് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാടും. ഫണ്ട് വീട് 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 കോൺഗ്രസേ, ഇന്ന് 2 ആണ്ട് ആയില്ലേ, പിരിച്ചെടുത്തതെല്ലാം നിങ്ങൾ പുട്ടടിച്ചില്ലേ, ഓ തെയ്യം കന്താര പാടിക്കൊണ്ടിരിക്കും. ശവം തൂക്കിത്തരം നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചതുകൊണ്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ നമ്മൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തേക്ക് വന്നതാണെങ്കിൽ പോലും ജനങ്ങളെ മതവികാരത്തിൻ്റെ പിന്നിൽ പറ്റിച്ചു നൽകുന്നാലും ഫണ്ട് പിരിച്ചെടുത്ത് ദുരന്തമുഖത്ത് നിന്ന് 100 വീട് വയ്ക്കുമെന്ന് പറഞ്ഞു. 100 വീടെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം വേറെ ആയിരുന്നു. 100 വീട് AICC, കർണാടക 100 വീട്, അങ്ങനെ 250ഓളം വീടുകൾ പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ കല്ലിട്ട് പോയതിന് ശേഷം അവിടെ നിങ്ങൾ 2 വർഷം എന്ത് ചെയ്തു? നിങ്ങളുടെ സ്വന്തം പോക്കറ്റിലെ പണമായിരുന്നില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ആ ജീവനം അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരോട് തോന്നിയ അനുകമ്പ, അനുതാപം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കോൺഗ്രസിന് വിശ്വസിക്കുന്നവർ അയച്ചു തന്ന ഫണ്ടാണ് നിങ്ങൾ പുട്ടടിച്ചത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? പല കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ലേ? ഗർഭം കലക്കാൻ വരെ ഉപയോഗിച്ച ആ ഫണ്ട്, അത് ആ പാവപ്പെട്ട മനുഷ്യർ ഇന്നും നിങ്ങളെ വിശ്വസിച്ച് വീടില്ലാതെ അവർ ഗതി കിട്ടാതെ അലയാണ്. ദുരന്തത്തിൽപ്പെട്ട് കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ അഭിമാനിച്ചിരുന്നവർ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചില മനുഷ്യർക്ക് ചില തെറ്റുകൾ പറ്റിപ്പോകും. ആ തെറ്റ് പറ്റിപ്പോകുന്നത് അവരുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ, വീക്ക്നെസ് ആണെന്ന് പറയുന്ന കാര്യം. മതം പറഞ്ഞു കൊടുത്താൽ അവർക്കതൊരു വികാരമാണ്. അത് പറയാൻ ഞങ്ങൾക്ക് നല്ല കഴിവുണ്ട് എന്ന രീതിയിൽ പറ്റിച്ചാലും ഫണ്ട് എവിടെ, വീടെവിടെ, കോൺഗ്രസ് എന്ന് ഈ സമൂഹം ചോദിക്കും. കാര്യം നിങ്ങൾ ശവങ്ങളുടെ പുറത്തു നിന്നാണ് ആ ഫണ്ട് പിരിച്ചെടുത്തത്. ആ പിരിച്ചെടുത്ത ഫണ്ട് അവർക്ക് ഇതുവരെ നിങ്ങൾ ഒരു 10 പൈസയുടെ സഹായം എത്തിച്ചു കൊടുക്കാതെയോ, വീട് വാങ്ങിച്ചു ആന ഇറങ്ങുന്ന ഇടങ്ങളിലൊക്കെ വാങ്ങിയിട്ടെടുത്ത് ഒരു വീട് വയ്ക്കാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കല്ലിടൽ നാടകമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനം, ആ ശവം തൂക്കിത്തരം ഈ നാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് സർക്കാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയനെ എതിർത്തിരുന്ന നിങ്ങൾക്ക് ആ സർക്കാർ ഒരു വീട് വയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് വീട് വെച്ചിരുന്നെങ്കിൽ അന്തസ്സുള്ള മനുഷ്യരായിരുന്നു. കാര്യം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ പിരിച്ച ഫണ്ട് അതേപടി ഇപ്പോഴും CMDRFിനകത്തുണ്ട്. നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ? അതിൻ്റെ കണക്കെവിടെ? ഓഡിറ്റ് എവിടെ? ഒന്നുമില്ലാതെ പിരിച്ച്, അതായത് ശവങ്ങളെ ചൂണ്ടിക്കാട്ടി പിരിച്ച പണം പുട്ടടിച്ച് അത് കഴിച്ച് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാതെ പലരും പോകത്തുള്ളൂ. ഇനി നിങ്ങൾ ഇതിൻ്റെ പേരിൽ പുതിയ പിരിവെടുക്കാൻ പോവുകയാണ്. പുതിയ പണം പിരിച്ചെടുത്ത് നിങ്ങൾ അത് വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താൽക്കാലികമായി രക്ഷപ്പെടാമെന്നല്ലാതെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് ഉള്ളിൽ കുറിച്ചോ ഫണ്ട് നിങ്ങൾ ശവങ്ങളെ കാട്ടി പിരിച്ചെടുത്തിട്ടുണ്ട്, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചവർ ഒരുത്തനും വെള്ളം ഇറങ്ങി മരിക്കുമെന്നുള്ള മോഹം വേണ്ട. അമ്മാതിരിയാണ് ആ മനുഷ്യരുടെ ദുരിതാവസ്ഥയെ നിങ്ങൾ കച്ചവടം ചെയ്തതെന്ന് വളരെ കൃത്യമായി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഫണ്ട് എവിടെ, വീട് എവിടെ, കോൺഗ്രസേ, ഇന്ന് 2 ആണ്ട് ആയില്ലേ, എല്ലാം പിരിച്ചെടുത്ത് പുട്ടടിച്ച സാമദ്രോഹികളല്ലേ നിങ്ങൾ. ഓക്കെ.